ഹലോ എവ്രി വൺ, ആദിൽ ഹിയർ. സോ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിന്റെ നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിന്റെ ഓപ്പറേറ്റേഴ്സ് എന്താണെന്നുള്ളതാണ്. എന്താണ് ജാവാസ്ക്രിപ്റ്റ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ളതാണ്. ജസ്റ്റ് അതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒരു റീക്യാപ്പ് പോലെ എന്താണ് ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളതെന്ന് ഞാൻ പറയാം. എന്താണ് ജാവാസ്ക്രിപ്റ്റ്? ജാവാസ്ക്രിപ്റ്റ് ഈസ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഓഫ് ദ വെബ്. അതായത് വെബ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എന്ത് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ HTML പഠിച്ചിട്ടുണ്ടായിരുന്നു, CSS പഠിച്ചിട്ടുണ്ടായിരുന്നു, ജാവാസ്ക്രിപ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പം HTML എന്തിനായിരുന്നു? നമ്മുടെ വെബ് പേജിന്റെ ലേഔട്ട് അല്ലെങ്കിൽ സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HTML യൂസ് ചെയ്യുന്നത്. അപ്പോൾ CSS എന്തിനായിരുന്നു? CSS എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വെബ് പേജിനെ സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഡിഫറെന്റ് ഡിഫറെന്റ് സ്റ്റൈൽസ് നമ്മുടെ വെബ് പേജിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CSS യൂസ് ചെയ്യുന്നത്. ദെൻ ജാവാസ്ക്രിപ്റ്റ്. എന്താണ് ജാവാസ്ക്രിപ്റ്റ്? ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വെബ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ വെബ് ഡെവലപ്മെന്റിൽ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിന്റെ സ്കോപ്പ് എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പോ എന്തെങ്കിലും ഇപ്പോൾ ഒരു കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ് പേജിൽ ഇപ്പൊ നമ്മൾ ഇ-കൊമേഴ്സ് പോലുള്ള വെബ് പേജസ് അല്ലെങ്കിൽ ഏറ്റവും ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജിലോട്ട് റീഡയറക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു HTML എലമെന്റിന്റെ കളർ ചേഞ്ച് ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ ഒരു ഇമേജ് മാറ്റി കൊടുക്കണം. നിങ്ങളൊക്കെ നമ്മുടെ വെബ് പേജസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, മേ ബി സ്ലൈഡേഴ്സ് കാര്യങ്ങളൊക്കെ അല്ലെ. ഒരു ബട്ടൺ ഒരു ആരോ മാർക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ഇമേജസ് ഇങ്ങനെ മാറി 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 ചേഞ്ച് ചെയ്ത് വരും അല്ലെ, സ്ലൈഡർ അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സ്ലൈഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോ ഈ വെബ് ഡെവലപ്മെന്റിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള വെബ് പേജസ് അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സ്കോപ്പ് നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി പറയുകയാണ്, ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് നമ്മുടെ വെബ് പേജിനെ ഇന്ററാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ വെബ് പേജിൽ ജാവാസ്ക്രിപ്റ്റിനെ യൂസ് ചെയ്യുന്നത് എന്നർത്ഥം. ഓക്കെ. ഇന്ററാക്റ്റീവ് ആക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വെബ് പേജിലോട്ട് എന്തെങ്കിലും ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് വെബ് പേജ് നമ്മളോട് എന്ത് ചെയ്യണം, റിയാക്ട് ചെയ്യണം അല്ലേ. അത് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് റിയാക്ഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു അലേർട്ട് ബോക്സ് കാണിച്ചു കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു HTML എലമെന്റിന്റെ ഒരു ഹെഡിങ്ങിന്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം അല്ലെ. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആക്ഷൻ, നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ ആ വെബ് പേജിനോട് വെബ് പേജിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് നമ്മളോട് എന്ത് ചെയ്യണം, ആ വെബ് പേജ് റിയാക്ട് ചെയ്യണം. ഓക്കെ. അത്തരത്തിൽ ഇന്ററാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ജാവാസ്ക്രിപ്റ്റ് വെബ് ഡെവലപ്മെന്റിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ആണ് അതിലെ മെയിൻ കോൺസെപ്റ്റ് ആണ് നമ്മുടെ എന്ത്, വേരിയബിൾസ്. അതായത് ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക് ആണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. എന്തായിരുന്നു വേരിയബിൾസ് എന്ന് പറയുന്നത്? എന്താണ് വേരിയബിൾസ്? വേരിയബിൾസ് ആർ ദ കണ്ടെയ്നേഴ്സ് ഫോർ സ്റ്റോറിംഗ് ദ ഡാറ്റ. അതായത് ഡാറ്റകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വേരിയബിൾസ് എന്ന് പറയുന്നത്. എന്താണ്? ഡാറ്റകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ്, ഒരു പാത്രം പോലെയാണ് എന്ത്, വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഇവിടെ നമുക്കൊരു വാല്യൂ വരുന്ന സമയത്ത് ജാവാസ്ക്രിപ്റ്റിൽ എന്തെങ്കിലും ഒരു, അല്ലെങ്കിൽ നമ്മുടെ വെബ് ഡെവലപ്മെന്റിൽ എന്തെങ്കിലും ഒരു വാല്യൂ നമുക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഒരു വേരിയബിൾ യൂസ് ചെയ്യാം. ഓക്കെ. അപ്പൊ വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല്, എങ്ങനെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഒരു വേരിയബിൾ യൂസ് ചെയ്യണം എന്നുള്ളത് ജാവാസ്ക്രിപ്റ്റ് നമ്മളെ കറക്റ്റ്ലി പ്രോപ്പർ ആയിട്ട് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു ജാവാസ്ക്രിപ്റ്റ് ഒരു വേരിയബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിനെ ഒരു വേരിയബിൾ ആയിട്ട് റീഡ് ചെയ്യുള്ളൂ എന്നുള്ളത് ജാവാസ്ക്രിപ്റ്റിൽ നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ. അപ്പോ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാനോ അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റിലെ എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പൊ HTML കേസിൽ അല്ലെ, HTML നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്യണം. ഹെഡിങ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, H1 യൂസ് ചെയ്യാം. H1 എന്ന് പറഞ്ഞിട്ട് വെറുതെ എഴുതി വെച്ച് കഴിഞ്ഞാൽ വർക്ക് ആവില്ലല്ലോ. അതിന് എന്ത് ചെയ്യണം, ഒരു ഓപ്പണിംഗ് ടാഗ് വേണം, ഒരു ക്ലോസിംഗ് ടാഗ് വേണം അല്ലെ. ഓപ്പണിംഗ് ടാഗിൽ തന്നെ എന്ത് ചെയ്യണം, ഒരു H1ന്റെ ലെഫ്റ്റിൽ ഒരു ലെഫ്റ്റ് ആരോ, റൈറ്റിൽ ഒരു റൈറ്റ് ആരോ, ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ HTML എഴുതാൻ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, HTML നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ അപ്പൊ ഈ ആ ഒരു സംഭവം അതായത് HTML എങ്ങനെ എഴുതണം എന്നുള്ള HTML നമുക്ക് പറഞ്ഞു തരുന്നതിന് നമുക്ക് എന്ത് പറയാം? അതിന്റെ സിന്റാക്സ് ആണെന്ന് പറയാം. എന്താണ്? അതിന്റെ സിന്റാക്സ്. അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിനും എന്തുണ്ട്? അതിന്റേതായിട്ടുള്ള സിന്റാക്സസ് ഉണ്ട്. എങ്ങനെ എഴുതണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിഫൈൻഡ് ആണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ എന്ത് എഴുതണം? ജാവാസ്ക്രിപ്റ്റ് എഴുതണം. മീൻസ് HTML എഴുതുന്ന അതേപോലെ അല്ല ജാവാസ്ക്രിപ്റ്റ് എഴുതുക. ഇതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോ ഒരു വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം? അതുപോലെ തന്നെ ഒരു കണ്ടീഷൻസ് എങ്ങനെ അപ്ലൈ ചെയ്യാം? അതേപോലെ തന്നെ ഒരു ഫംഗ്ഷൻ എങ്ങനെ കോൾ ചെയ്യാം? ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ എങ്ങനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എങ്ങനെ എഴുതാം എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് അത് ജാവാസ്ക്രിപ്റ്റിന്റെ സിന്റാക്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതുപോലെ എന്ത് ചെയ്താൽ മതി? നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് എത്ര തന്നെ എങ്ങനെയുള്ള വേരിയബിൾസ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യം നമുക്ക് എന്ത് വേണം? ഒരു HTML ഫയൽ ഞാനൊന്ന് ക്രിയേറ്റ് ചെയ്ത് തരാം. ഞാനൊരു ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ ഇൻഡെക്സ് ഡോട്ട് വി എസ് കോഡ് ആണ്. വി എസ് കോഡ് ഓപ്പൺ ചെയ്തിട്ട് അതിലൊരു ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സ് ഡോട്ട് HTML എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതിന് കൂടെ തന്നെ ഇൻഡെക്സ് ഡോട്ട് JS എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. HTML ഫയലിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? HTML-ന്റെ ഹെഡ് ബോഡി കാര്യങ്ങളെല്ലാം HTML ഹെഡ് ബോഡി കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കി. ഇനി ഹെഡ് സെക്ഷനിലോട്ട് എനിക്ക് എന്ത് ചെയ്യണം? JS ഫയലിനെ അല്ലെ ഹെഡ് സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യണം? JS ഫയലിനെ ലിങ്ക് ചെയ്യണം അല്ലെ? ഇതിലൊരു പ്രശ്നം വരാനുണ്ട്, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോ സ്ക്രിപ്റ്റ് എന്താണ്? സ്ക്രിപ്റ്റ് SRC ടാഗ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാന്? index.js എന്ന് പറഞ്ഞിട്ടുള്ള ഫയലിനെ അല്ലെങ്കിൽ JS ഫയലിനെ നമുക്ക് HTML ഫയലിലോട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗാണ് സ്ക്രിപ്റ്റ് SRC എന്ന് പറയുന്നത്. ഓക്കെ. സ്ക്രിപ്റ്റ് ടാഗിനുള്ളിൽ എന്ത് ചെയ്യാം? SRC ആട്രിബ്യൂട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ JS ഫയലിനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. ഇനി നമ്മൾ എപ്പോഴും ഈ സ്ക്രിപ്റ്റ് ലിങ്ക് ചെയ്യുന്ന സമയത്ത് CSS ഒക്കെ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഹെഡ് സെക്ഷനിലായിരുന്നു. പക്ഷേ നമ്മൾ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ജാവ സ്ക്രിപ്റ്റ് നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അത് എപ്പോഴും എവിടെ എഴുതുക? ബോഡിയുടെ ഏറ്റവും ലാസ്റ്റിൽ. ഓക്കെ. മീൻസ് എന്താണ്? നമ്മുടെ HTML എലമെന്റിൽ ബോഡി സെക്ഷനിൽ നമ്മൾ ഹെഡ് സെക്ഷനിലായിരുന്നു CSS എഴുതിയിരുന്നത്. ബോഡി സെക്ഷനിൽ ഏറ്റവും ലാസ്റ്റിൽ വേണം നമ്മൾ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ. അല്ലെങ്കിൽ ജാവ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഫയൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ എഴുതണം? ബോഡിയിലെ ഏറ്റവും ലാസ്റ്റിൽ. ഈ സ്ക്രിപ്റ്റിന്റെ ലൈനിന്റെ താഴോട്ട് പിന്നെ നമുക്ക് എന്ത് പാടില്ല? ഒരു HTML എലമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ആ രീതിയിൽ വേണം എന്ത് ചെയ്യാൻ? സ്ക്രിപ്റ്റ് ലിങ്ക് ചെയ്യാൻ. ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് ഇത് ലിങ്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണ്ടേ? അതിനെന്ത് index.jsൽ വരിക. നമുക്ക് കൺസോൾ ലോഗ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നല്ലോ. എന്തിനായിരുന്നു? കൺസോളിൽ എന്തെങ്കിലും ഡാറ്റകൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസോൾ ഡോട്ട് ലോഗ് എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുള്ളിൽ ഞാൻ എന്ത് ചെയ്തു? JS കണക്ടർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ജസ്റ്റ് പ്രിന്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇനി index.html വരുന്നു. ഇതൊന്ന് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് അടിക്കുന്നു. ഓപ്പൺ വിത്ത് ലൈവ് സെർവർ. ക്ലിക്ക് ചെയ്തിട്ട് ലൈവ് സെർവർ ഓപ്പൺ ചെയ്യാണ്. റൈറ്റ് ക്ലിക്ക് ഇൻസ്പെക്ട്. ഇൻസ്പെക്ടറിൽ കൺസോളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും JS കണക്ടർ. കണ്ടോ? JS കണക്ടർ എന്ന് പറഞ്ഞിട്ട് കൺസോളിൽ പ്രിന്റ് വന്നിട്ടുണ്ട്. മീൻസ് നമ്മുടെ സ്ക്രിപ്റ്റ് ഫയല് നമ്മുടെ HTML ഫയലിലോട്ട് കണക്ട് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ. അപ്പൊ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണ്ടേ? ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം അല്ലെ? ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് പറയുന്നത് എന്താ വെച്ചാല് നമുക്ക് വേരിയബിൾ ഡിക്ലറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് പ്രോസസ്സ് ഉണ്ട്. എന്താണ്? വേരിയബിൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പ്രോസസ്സ് ഉണ്ട്. ഒന്നാണ് വേരിയബിൾ ഡിക്ലറേഷൻ. എന്താണ്? വേരിയബിൾ ഡിക്ലറേഷൻ. ഓക്കെ. വേരിയബിൾ ഡിക്ലറേഷൻ അതേപോലെ തന്നെ വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. ഓക്കെ. ഈ വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ വേരിയബിളിനെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ വേരിയബിൾ നെയിമിനെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സാണ് വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞത്. സെയിം അതുപോലെ തന്നെ വേരിയബിൾ ഇനീഷ്യലൈസേഷൻ ഉണ്ട്. ഓക്കെ. വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. ഓക്കെ. വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്? വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? അപ്പോൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ടൊരു വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയാം. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം എന്നുള്ളത്. വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 കീവേഡ്സുകൾ ഉണ്ട്. എന്തൊക്കെയാണ്?
വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 കീവേഡ്സുകളുണ്ട്. അതിൽ ഒന്നാണ് എന്ത്? ജാവാസ്ക്രിപ്റ്റിലെ ലെറ്റ് എന്ന് പറയുന്നത്. എന്താണ്? ജാവാസ്ക്രിപ്റ്റിലെ ഒരു വേരിയബിൾ ഒരു ഡിക്ലറേഷൻ കീവേഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിക്ലറേഷൻ കീവേഡ്. അപ്പൊ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഡിക്ലറേഷൻ കീവേഡ്സുകൾ എത്ര ഉണ്ട്? 3 ഉണ്ട്. ലെറ്റ് ഉണ്ട്, വാർ ഉണ്ട്, കോൺസ്റ്റന്റ്. ഓക്കെ, ലെറ്റ് വാർ കോൺസ്റ്റന്റ്, ഇങ്ങനെ മൂന്ന് വേരിയബിൾ മൂന്ന് ഡിക്ലറേഷൻ കീവേഡ്സുകൾ ഉണ്ട് നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തെന്ന് കരുതുക. അപ്പൊ എങ്ങനെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം? ലെറ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ലെറ്റ് എന്ന കീവേഡോ അല്ലെങ്കിൽ വാർ കീവേഡോ കോൺസ്റ്റ് കീവേഡോ ഇതിൽ ഏതെങ്കിലും ഒരു കീവേഡിന്റെ ആവശ്യം നമുക്ക് ഉണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ഡിക്ലറേഷൻ കീവേഡ് കൊടുക്കുക. ദെൻ വേരിയബിളിന് ഒരു പേര് വേണം അല്ലേ? വേരിയബിൾ നെയിം അല്ലെങ്കിൽ ഐഡന്റിഫയർ എന്ന് പറയും. എന്താണ്? വേരിയബിൾ നെയിം അല്ലെങ്കിൽ ഐഡന്റിഫയർ. അതാണ്, ആ പേര് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഈ വേരിയബിൾസിനെ പിന്നെ ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? നെയിം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? വേരിയബിൾ നെയിം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിക്ലറേഷൻ കീവേഡ് ഞാൻ ലെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇതാണ്, ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു വേരിയബിൾ ഡയറക്ട്ലി നമ്മൾ ഈ ഒരു നെയിം എന്ന് പറഞ്ഞ വേരിയബിളിനെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരില്ല? ഇത് പ്രോപ്പർ ആയിട്ട് ജാവാസ്ക്രിപ്റ്റ് റീഡ് ചെയ്യില്ല. ഇത് എന്ത് ചെയ്യും? എറർ കാണിക്കും. ഓക്കെ, ഒരു വേരിയബിൾ നെയിം ഞാൻ വെറുതെ ജസ്റ്റ് ഏജ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ നെയിം ക്രിയേറ്റ് ചെയ്തു. ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരില്ല? നമുക്ക് ബ്രൗസറിൽ എറർ വരും. ഓക്കെ, മീൻസ് എന്തെങ്കിലും കൺസോൾ കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏജ് എന്തെങ്കിലും ജാവാസ്ക്രിപ്റ്റ് ഒരു വേരിയബിൾ ആയിട്ട് റീഡ് ചെയ്യില്ല. അപ്പൊ ഇത് വേരിയബിൾ ആയിട്ട് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ലെറ്റ് എന്ന ഒരു ഡിക്ലറേഷൻ കീവേഡ് അല്ലെങ്കിൽ വാർ ആയിക്കോട്ടെ കോൺസ്റ്റ് ആയിക്കോട്ടെ ഏതായിക്കോട്ടെ ഒരു ഡിക്ലറേഷൻ കീവേഡിന്റെ ആവശ്യം നമുക്കുണ്ട്. ഓക്കെ, മൂന്നിനും ഡിഫറെന്റ് പർപ്പസുകളാണ്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റേ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിലോട്ട് ഏജ് എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് എനിക്ക് എന്ത് ചെയ്യണം? ഒരു വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യണം അല്ലെങ്കിൽ വാല്യൂ സ്റ്റോർ ചെയ്യണം അല്ലെ? അപ്പൊ ആ സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇനീഷ്യലൈസേഷൻ എന്ന് പറയാം. അതിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓപ്പറേറ്ററിന്റെ ഹെൽപ്പ് വേണം. എന്ത് വേണം? ഒരു ഓപ്പറേറ്ററിന്റെ ഹെൽപ്പ് വേണം. ഈ ഓപ്പറേറ്റർ ആണ് എന്ത്? അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയും. ഈ ഓപ്പറേറ്റർ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഓപ്പറേറ്റർ ആയിരിക്കും അല്ലെ? നമ്മൾ മാത്തമാറ്റിക്സിൽ നമ്മൾ എന്ത് ചെയ്യും? ഈക്വൽ ടു എന്ന് പറയും അല്ലെ? എന്താണ്? ഈക്വൽ ടു എന്ന് പറയും. പക്ഷെ ഇവിടെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ കേസിൽ ഇത് നമ്മൾ എന്താ പറയാ? അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയാം. എന്താണ്? അസൈൻമെന്റ് ഓപ്പറേറ്റർ. എന്തിനാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്? അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഓക്കെ, അസൈൻമെന്റ് ഓപ്പറേറ്റർ. എന്തിനാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്? അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു വേരിയബിളിലോട്ട് ഒരു വാല്യൂനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏജ് ഇപ്പൊ 20. ഓക്കെ, ഏജ് 20 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏജ് എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഏജ്, അതായത് അസൈൻമെന്റ് ഓപ്പറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഏജ് അസൈൻ 20 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പൊ ഏജിന്റെ വാല്യൂ എന്താവും? 20 ആയിട്ട് റീഡ് ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ, ദെൻ ഓപ്പറേറ്റേഴ്സ്. എന്താണ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ളതാണ് പറഞ്ഞത്. അതിന് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഞാൻ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്രോമിൽ എന്ത് ചെയ്യാം? W3 schools.com എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? സെർച്ച് ചെയ്യാം. അതിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ എല്ലാ നമ്മുടെ പ്രോഗ്രാമിംഗ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനും ഒരുവിധ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ ട്യൂട്ടോറിയൽ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ടാബിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓപ്പറേറ്റേഴ്സ്. എന്താണ് ഓപ്പറേറ്റേഴ്സ്? അപ്പൊ ഇവിടെ കാണുന്നില്ലേ? ഓക്കെ, ഇതാണ് നമുക്ക് ജാവാസ്ക്രിപ്റ്റിലെ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ജാവാസ്ക്രിപ്റ്റില് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്തിനാണ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ പേർപ്പസിന്. ഓക്കെ, എന്താണ്? ഓപ്പറേറ്റേഴ്സ് ആർ ഫോർ മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ കമ്പ്യൂട്ടേഷൻ. ഓക്കെ, അതായത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് നമുക്ക് എന്ത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ട് പോണത്. ഓക്കെ, അതായത് നമുക്ക് രണ്ട് നമ്പേഴ്സ് തമ്മിൽ കണക്കൂട്ടണം. മീൻസ് രണ്ട് നമ്പേഴ്സ് തമ്മിൽ സം ചെയ്യണം അല്ലെങ്കിൽ പ്ലസ് ചെയ്യണം. പ്ലസ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ എന്തിന്റെ ആവശ്യമുണ്ട്? ഒരു പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്പറേറ്ററിന്റെ ഹെൽപ്പ് ഉണ്ട്.
ഇതാണ് എന്ത് ജാവാസ്ക്രിപ്റ്റിലെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്, ഈ പ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഇൻറ്റു അല്ലെ? അപ്പൊ അതിന് ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഓപ്പറേറ്റർ ഉണ്ട്. അപ്പൊ രണ്ട് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയെങ്കിൽ അതിന് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഓപ്പറേറ്റർ ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ ഓപ്പറേറ്റേഴ്സ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു വീഡിയോയിൽ. ഓക്കെ. സോ ഓക്കെ, ബേസിക്കലി നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ മൂന്ന് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. ഒന്ന് എന്താണ്? അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. രണ്ട് അഡിഷൻ ഓപ്പറേറ്റേഴ്സ്. ഒന്ന് അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. രണ്ട് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. മൂന്ന് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെയാണ്: അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ഇങ്ങനെ മൂന്ന് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണ് നമുക്കുള്ളത്. എന്താണ് അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്നുള്ളത് നോക്കാം. ഓക്കെ. അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് പെർഫോം അരിതമെറ്റിക് ഓൺ നമ്പേഴ്സ്. നമ്പേഴ്സിന് മുകളിൽ അരിതമെറ്റിക്കൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സ് സം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? അരിതമെറ്റിക് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അരിതമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ എന്തൊക്കെയായിരിക്കും നമ്മളുടെ അരിതമെറ്റിക്കൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ്? ഓക്കെ, ഏതൊക്കെയായിരിക്കും അരിതമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ താഴെ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. പ്ലസ് അല്ലെ? പ്ലസ് ഓപ്പറേറ്റർ എല്ലാവർക്കും ഫെമിലിയർ ആണ് അല്ലെ? ഇതിന് എന്ത് പറയാം നമുക്ക്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? രണ്ട് നമ്പേഴ്സ് സം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനാണ് എന്ത്? അഡിഷൻ ഓപ്പറേറ്റർ എന്ന് പറയാം. എന്താണ്? അഡിഷൻ ഓപ്പറേറ്റർ. ദെൻ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സബ്സ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്നത് അല്ലെ? ഇത് നമുക്ക് എന്ത് പറയും? സബ്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്ന് പറയും. ദെൻ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ നമുക്ക് എന്താണ് ഇവിടെ? സ്റ്റാർ ആണ് കേട്ടോ. ഓക്കെ, സ്റ്റാർ ആണ്. അതെന്താണ്? സ്റ്റാർ ആണ്. ഓക്കെ. ദെൻ എക്സ്പൊണൻഷിയേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഡിവിഷൻ ഉണ്ട്, മോഡുലസ് ഉണ്ട്, ഇൻക്രിമെന്റ് ഉണ്ട്, ഡിക്രിമെന്റ് ഉണ്ട്. ഓക്കെ. ഇത്തരത്തിൽ ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഡിവിഷൻ എന്താണ്? ഇതിൽ എക്സ്പൊണൻഷിയേഷൻ ആയിരിക്കും മേ ബി നിങ്ങൾക്ക് എന്ത് ഉണ്ടാവും, ഫെമിലിയർ അല്ലാത്തൊരു ഓപ്പറേറ്റർ ഉണ്ടാവുക. പിന്നെ ഡിവിഷൻ അറിയുന്നതല്ലേ? പിന്നെ മോഡുലസ് എന്തിനുള്ളതാണ്? മോഡുലസ് എന്ന് പറയുമ്പോൾ ഇത് പേഴ്സൻറ്റേജ് ആണ് അല്ലെ? ഇതിന്റെ സൈന് നമുക്ക് പരിചയമുള്ളതാണ്, ഫെമിലിയർ ആണ്. ബട്ട് ഇവിടെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഇതിന് പെർസെന്റേജ് എന്നല്ല പറയാം, നമുക്ക് മോഡുലസ് എന്ന് പറയും. മോഡുലസ് എന്ന് പറയുമ്പോൾ രണ്ട് നമ്പേഴ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡറിനെയാണ് നമ്മൾ എന്ത് പറയാ? മോഡുലസ് എന്ന് പറയാം. ഓക്കെ. രണ്ട് നമ്പേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡറിനെയാണ് നമ്മൾ എന്ത് പറയാ? മോഡുലസ് എന്ന് പറയാം. ദെൻ ഇൻക്രിമെന്റ് എന്ന് പറയുമ്പോൾ അതായത് ഒരു നമ്പറിലോട്ട് എന്ത് ചെയ്യണം? ഇൻക്രിമെന്റ് ബൈ വൺ, അതായത് ഇൻക്രിമെന്റ് ചെയ്യണം. അതായത് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്ത് ഇൻക്രിമെന്റ് ബൈ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. സെയിം അതേപോലെ തന്നെ ഡിക്രിമെന്റ് ആണെങ്കിൽ ഡിക്രിമെന്റ് ബൈ എന്ത് ചെയ്യണം? ഇപ്പൊ 5 എന്ന് പറഞ്ഞ വാല്യൂനെ 5++ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 ഉള്ളത് എന്ത് ചെയ്യും? 6 ആവും. ഓക്കെ. അതേപോലെ 5 - എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 5 ഉള്ളത് 4 ആവും. ഓക്കെ. അപ്പൊ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ്. ഓക്കെ. പിന്നെ പറയാനുള്ളത് എന്താണ്? എക്സ്പൊണൻഷിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ള നമുക്ക് നോക്കി നോക്കാം. കണ്ടോ? എക്സ്പൊണൻഷിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഒരു പവർ, എന്താണ്? പവർ അറിയില്ലേ? നമുക്ക് റേസ് ടു 2 റേസ് ടു 3 റേസ് ടു 4 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാത്സിൽ പറയുന്ന കേസസ് ഇല്ലേ? അല്ലെങ്കിൽ റേസ് ടു 5 റേസ് ടു 6 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയല്ലോ അല്ലെ? ആ രീതിയിൽ പറയുന്നതിനാണ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാം? എക്സ്പൊണൻഷിയേഷൻ എന്ന് പറയാം. അപ്പൊ എക്സിലോട്ട് ഇപ്പൊ ഇവിടെ നമ്മളൊരു ഓപ്പറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. എക്സിലോട്ട് എത്ര വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ട്? 5 എന്ന് പറഞ്ഞ ഒരു വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ദെൻ എക്സ് എക്സ്പൊണൻഷിയേഷൻ 2 മീൻസ് എക്സിന്റെ സ്ക്വയർ അല്ലെ? എക്സിന്റെ സ്ക്വയർ ആണ് x⁻² എന്ന് പറയുന്നത്. ഇതിന് എന്ത് വായിച്ചാൽ മതി? റേസ് ടു എന്ന് പറഞ്ഞിട്ട് വായിച്ചാൽ മതി. ഓക്കെ. റേസ് ടു എന്ന് പറഞ്ഞിട്ട് റീഡ് ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. x⁻² എന്ന് പറയുമ്പോൾ എന്താണ്? എക്സിലെ വാല്യൂ എത്രയാണ്? 5 ആണ്. 5⁻². അപ്പൊ എത്ര വരിക? 5⁻² എത്ര വരിക? 5ന്റെ സ്ക്വയർ ആണ്. 5ന്റെ സ്ക്വയർ എത്ര? 25 ആണ്. ഇനി 5⁻³ ആണെന്നുണ്ടെങ്കിലോ റൺ ചെയ്ത് നോക്കാം, 125 വരും. അപ്പൊ എങ്ങനെ വരിക? 5 ആണ്. 5 ×
ക്യൂബാണ് നമുക്ക് എന്ത് വരുന്നത്? 5ന്റെ ക്യൂബാണ് നമുക്ക് എക്സ്പൊണൻഷിയേഷൻ ഇവിടെ നമുക്ക് എന്ത് റിസൾട്ട് തരുന്നത്. ഓക്കെ, അപ്പൊ എക്സിലെ വാല്യൂ എന്താണോ അത് റേസ് ടു 3. ഓക്കെ, 5 റേസ് ടു 3 എത്ര നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക അല്ലെ? 5 into 5 എത്ര? 25. 25 into 3, 25 into 5 എത്ര? 125. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമുക്ക് റേസ് ടു എന്നുള്ളതാണ് നമുക്ക് എന്ത് എക്സ്പൊണൻഷിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് പേടിക്കാനുള്ള ഒരു സംഭവം ഒന്നുമില്ല, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതും കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ മോഡുലസ് ഓപ്പറേറ്റർ. മോഡുലസ് ഓപ്പറേറ്റർ എന്താണ്? റിട്ടേൺസ് ദ ഡിവിഷൻ റിമൈൻഡർ. ഞാൻ പറഞ്ഞല്ലോ എന്തിനാണ് ഡിവിഷൻ റിമൈൻഡർ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡുലസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാം എക്സ് അസൈൻ 5, വൈ അസൈൻ 2 അല്ലെ? അപ്പൊ സെഡിലോട്ട് നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട്? എക്സ് മോഡ് വൈ. എന്താണ് എക്സ് മോഡുലസ് വൈ? എക്സിന്റെ വാല്യൂ എത്രയാണ്? 5. വൈയിലെ വാല്യൂ എത്രയാണ്? 2. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിമൈൻഡർ എത്ര കിട്ടും? റിമൈൻഡർ എത്ര കിട്ടും? 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ? 5ൽ എത്ര 2 പോകും? 4. സോറി, 2 പോകും അല്ലെ? അപ്പൊ ആൻസർ എത്ര കിട്ടി? 4 കിട്ടി. അതിൽ ബാലൻസ് അല്ലെങ്കിൽ റിമൈൻഡർ എത്ര ഉണ്ട്? 1 റിമൈൻഡർ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ എക്സ് മോഡുലസ് വൈ അതായത് 5 മോഡുലസ് 2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? ആൻസർ 1 ആണ് കിട്ടുക. അതാണ് നമുക്ക് അവിടെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പോ ഇതാണ് നമുക്ക് എന്ത് അരിതമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അരിതമാറ്റിക് ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് നെക്സ്റ്റ് ആണ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. എന്താണ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ? അസൈൻമെന്റ് ഓപ്പറേറ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഒരു വേരിയബിളിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് ഒരു വാല്യൂ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉള്ളത് അല്ലെ? ഇവിടെ എന്താണ് അഡിഷൻ അസൈൻമെന്റ്, അതായത് ഇവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അരിതമാറ്റിക് ഓപ്പറേറ്റേഴ്സ് പോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് നമുക്കുണ്ട്. അതിൽ ഒരു അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ് എന്ത്? ഇത് സിമ്പിൾ അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഓക്കെ, സിമ്പിൾ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എക്സ് അസൈൻ വൈ. എക്സിലോട്ട് എന്ത് ചെയ്യാം? ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാം. ഇവിടെ ഉണ്ടോ സെയിം എക്സിലോട്ട് എന്ത് ചെയ്യാം? 5 സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അസൈൻമെന്റ് ഓപ്പറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ അഡിഷൻ അസൈൻമെന്റ്. അഡിഷൻ അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ എന്താ? അഡിഷൻ അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ ഒരു വേരിയബിളിലോട്ട് എന്ത് ചെയ്യുക? ഒരു വാല്യൂ ആഡ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുക? സെയിം വേരിയബിളിലോട്ട് തന്നെ സ്റ്റോർ ചെയ്യാം. മീൻസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്ലസ് ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ അഡിഷൻ അസൈൻമെന്റ്. അഡിഷൻ അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഇതാണ് അഡിഷൻ അസൈൻമെന്റ്. അത് അഡിഷൻ അസൈൻമെന്റ് ഓപ്പറേറ്റർ ആഡ്സ് എ വാല്യൂ ടു എ വേരിയബിൾ. ഒരു വേരിയബിളിലോട്ട് ഒരു വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡിഷൻ അസൈൻമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും എക്സിലോട്ട് നമുക്ക് എന്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്? 10 എന്ന് പറഞ്ഞ ഒരു വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. 10 വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എക്സിലോട്ട്. ദെൻ എക്സ് അഡിഷൻ അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുക? ഈ ഒരു ഔട്ട്പുട്ട് ആണ് കിട്ടുക. എങ്ങനെ? എക്സ് അസൈൻ എക്സ് പ്ലസ് വൈ. എന്താണ്? എക്സ് അസൈൻ എക്സ് പ്ലസ് വൈ. എക്സിന്റെ വാല്യൂ എത്രയാണ്? 10 ആണ്. വൈന്റെ വാല്യൂ എത്രയാണ്? 5 ആണ്. അപ്പൊ 10 പ്ലസ് 5 എത്രയാണ്? 15. 15 എന്ന് പറഞ്ഞിട്ട് എന്തിലോട്ട് സ്റ്റോർ ആവും? എക്സിലോട്ട് സ്റ്റോർ ആവും. അപ്പം എക്സിലെ വാല്യൂ 10 ആയിരുന്നു എന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിട്ട് അപ്ഡേറ്റ് ആയി? 15 എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ആയി. ഓക്കെ, നോക്കാം. എക്സ് അസൈൻ 10 അല്ലെ? എക്സിലോട്ട് എന്ത് ചെയ്തു? 10 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്തു. ദെൻ എക്സ് അഡീഷൻ അസൈൻമെന്റ് 5 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇത് എന്തെന്നെയാണ്? നമുക്ക് നോക്കാം. സെയിം ലൈക്ക് എക്സ് അസൈൻ എക്സ് പ്ലസ് 5 ആണ് എന്ത്? ഈ പറഞ്ഞ സെയിം ഓപ്പറേഷൻ ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റും എക്സാക്ട്ലി സെയിം ഓപ്പറേഷൻ ആണ്, സെയിം കാൽക്കുലേഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, എക്സിലെ വാല്യൂ എത്രയാണ്? 10 ആണ്. 10 പ്ലസ് 5 എത്രയാണ്? 15 ആണ്. 15 എന്തിലോട്ട് സ്റ്റോർ ചെയ്യും? എക്സിലോട്ട് സ്റ്റോർ ചെയ്യും. അപ്പൊ ഇതിന്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് എന്തിനെ കൺസിഡർ ചെയ്യാം? ഇതിനെ കൺസിഡർ ചെയ്യാം. അപ്പോ എക്സ് അഡീഷൻ അസൈൻമെന്റ് 5 എന്ന് പറയുമ്പോൾ വാല്യൂ എത്ര കിട്ടും? ഔട്ട്പുട്ട് എത്ര കിട്ടും? 15. ഓക്കെ, ഇതേ ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കിട്ടുക. കാരണം ഇതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ സബ്സ്ട്രാക്ഷൻ അസൈൻമെന്റ് എന്താണ്? സെയിം അഡീഷൻ അസൈൻമെന്റിനെ പോലെ തന്നെ ആണ് എന്ത്? സബ്സ്ട്രാക്ഷൻ അസൈൻമെന്റ്. ഇവിടെ നേരെ തിരിച്ചാണ് വരിക.
ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും? ഇവിടെ അഡീഷന്റെ പകരം നമ്മൾ എന്ത് ചെയ്യും? സബ്സ്ട്രാക്ഷൻ അസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പൊ ഇവിടുത്തെ ഓപ്പറേറ്റർ ഈ രീതിയിലോട്ട് മാറും. സ്റ്റേറ്റ്മെന്റ് ഇതുപോലെ മാറും. എക്സ് അസൈൻ എക്സ് മൈനസ് 5. എക്സിലെ വാല്യൂ എത്രയാണ്? 10 ആണ്. 5ലെ ഓക്കെ, എക്സിലെ വാല്യൂ എത്രയാണ്? 10 ആണ്. 10ന്ന് 5 ലെസ് ചെയ്തു, അല്ലെങ്കിൽ 5 മൈനസ് ചെയ്തു. അപ്പൊ എത്ര വാല്യൂ കിട്ടി? 5 കിട്ടി. അത് എന്തിലോട്ട് സ്റ്റോർ ചെയ്തു? ഇവിടെ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്. അപ്പൊ എക്സിലോട്ട് 5 സ്റ്റോർ ചെയ്തു. ഓക്കെ, അപ്പൊ എക്സിലോട്ട് എക്സ് മൈനസ് 5 സ്റ്റോർ ചെയ്തു എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ 10 ആണ്. 5 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടി. 5 എന്തിലോട്ട് സ്റ്റോർ ചെയ്തു? എക്സിലോട്ട് സ്റ്റോർ ചെയ്തു. അപ്പൊ എക്സിന്റെ വാല്യൂ ഫൈനൽ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും അല്ലേ? അപ്പൊ എക്സ് മൈനസ് എക്സ് സബ്സ്ട്രാക്ഷൻ അസൈൻമെന്റ് 5 എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടി? 5 കിട്ടി. ഓക്കെ, റൺ ചെയ്യാൻ വേണ്ടി ബട്ടൺ പ്രസ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇവിടെ വാല്യൂ ചേഞ്ച് ചെയ്തത്. ഓക്കെ, ഇനി അതേപോലെ തന്നെയാണ് എന്ത്? മൾട്ടിപ്ലിക്കേഷൻ അസൈൻമെന്റ്. മൾട്ടിപ്ലിക്കേഷൻ അസൈൻമെന്റ് എന്താണ്? സെയിം. ഇവിടെ നോക്കാം, നമുക്ക് മാറ്റിയിട്ട് കൊടുത്തു നോക്കാം. ഓക്കെ, എക്സ് അസൈൻ എക്സ് ഇൻറ്റു 5 ആണ് എന്ത്? ഈ പറഞ്ഞ സംഭവം എക്സ് അസൈൻ എക്സ് ഇൻറ്റു 5 ആണ് എക്സ് മൾട്ടിപ്ലിക്കേഷൻ അസൈൻമെന്റ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ കാൽക്കുലേഷൻ ചെയ്യുന്നത്. ദെൻ അതേപോലെ തന്നെ എക്സ്പൊണൻഷ്യൽ ആണെന്നുണ്ടെങ്കിലോ ഇതേ ഓപ്പറേഷൻ എക്സ് അസൈൻ എക്സ് എക്സ്പൊണൻഷ്യൽ വൈ. ഓക്കെ, അപ്പൊ എക്സിന് ഇതുപോലെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എത്ര ഒരു കേസ് ഞാൻ കാണിച്ചു തരാം. എക്സ് എക്സ്പൊണൻഷ്യൽ അസൈൻമെന്റ് 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ എക്സ് എക്സ്പൊണൻഷ്യൽ 2 എന്ന് പറഞ്ഞിട്ട് വരും. മീൻസ് എക്സിലെ വാല്യൂ എത്രയാണ്? എക്സ്പൊണൻഷ്യൽ നമുക്ക് എങ്ങനെ വായിക്കാന്ന് പറഞ്ഞു? റേസ് ടു എന്ന് പറഞ്ഞിട്ട് വായിക്കാന്ന് പറഞ്ഞു അല്ലെ? എക്സിലെ വാല്യൂ എത്രയാണ്? 10 ആണ്. 10 റേസ് ടു 2 എത്ര വരിക? 100 അല്ലെ? 100 ആണ് നമുക്ക് എന്ത് കിട്ടുക? ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, അപ്പൊ ഇതേ ഓപ്പറേഷൻ ആണ് ആര് ചെയ്യുന്നത്? ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റും ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡിവിഷൻ അസൈൻമെന്റ് സെയിം ഓപ്പറേഷൻ ആണ് ചെയ്യുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പറേഷൻ കാൽക്കുലേഷനിൽ മാത്രം ഡിഫറൻസ് വരും. ഓക്കെ, കാൽക്കുലേഷൻ എന്ത് ചെയ്യും? ഇവിടെ ഡിവിഷൻ ആയി പോകും. അപ്പൊ ഡിവിഷൻ ആകുമ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഏത് രീതിയിൽ മാറ്റി കൊടുക്കാം? ഇങ്ങനെ കൊടുക്കാം. റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടി? 5 കിട്ടി. മീൻസ് എക്സിലെ വാല്യൂ എത്ര? 10 ആണ്. 10 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ എത്ര കിട്ടി? 5 കിട്ടി. ഓക്കെ, ദെൻ മോഡുലസ് അസൈൻമെന്റ്. മോഡുലസ് അസൈൻമെന്റ് ആകുമ്പോഴേ എങ്ങനെ വരിക? മോഡുലസ് അസൈൻമെന്റ് 2 അല്ലെ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്പറേറ്റർ എങ്ങനെ മാറണം? എക്സ് മോഡ് 2. എക്സ് മോഡ് 2 എന്ന് പറയുമ്പോൾ എക്സിലെ വാല്യൂ എത്രയാണ്? 10 ആണ് അല്ലെ? ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഔട്ട്പുട്ട് 0 ആണ് കിട്ടി. ഓക്കെ, 10ന് എക്സിലെ വാല്യൂ എത്രയാണ്? 10 ആണ്. 10 മോഡ് 2 എന്ന് പറയുമ്പോൾ എന്താണ്? 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എത്ര കിട്ടും അല്ലെ? 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ശേഷം കിട്ടുക? 0. കാരണം എന്താണ്? 10ൽ 5 പ്രാവശ്യം 2 പോവും. അതുകൊണ്ട് ബാലൻസ് ഒന്നുമില്ല, മീൻസ് റിമൈൻഡർ ഒന്നുമില്ല. അപ്പൊ റിമൈൻഡർ നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. അതാണ് നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടുക? എക്സിന്റെ എക്സിലോട്ടുള്ള വാല്യൂ അപ്ഡേറ്റ് ചെയ്തിട്ട് കിട്ടുക. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയാണ് നമുക്ക് എന്തിലുള്ളത്? അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് പറയാനുള്ളത്. ദെൻ എന്താണ്? കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. എന്താണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്? കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്ങനെ? രണ്ട് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഒരു വാല്യൂ മറ്റൊന്നിനോട് ഈക്വൽ ആണോ ചെക്ക് ചെയ്യാൻ, അതേപോലെ തന്നെ ഒരു വാല്യൂ മറ്റൊന്നിനേക്കാൾ വലുതാണോ അല്ലെങ്കിൽ ചെറുതാണോ അല്ലെങ്കിൽ ഒന്നിനോട് ഈക്വൽ ആണോ എന്നുള്ള രീതിയിലൊക്കെ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുക? കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഓൾവേസ് റിട്ടേൺ ട്രൂ ഓർ ഫാൾസ്. ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്നുള്ള രീതിയിലാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എപ്പോഴും എന്ത് ചെയ്യാം? നമുക്ക് വാല്യൂസ് റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ഈക്വൽ ടു ഉണ്ടോ? ഇവിടെ കുറച്ച് ഓപ്പറേറ്റേഴ്സ് ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ ഓപ്പറേറ്റർ ആണ് എന്ത്? ഈക്വൽ ടു ഓപ്പറേറ്റർ. എന്താണ് ഈക്വൽ ടു ഓപ്പറേറ്റർ? ഇവിടെ നമുക്ക് എക്സ് ഈക്വൽ ടു 8 എന്ന് പറഞ്ഞിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കാം. ട്രൈ ഇറ്റ് യുവർ സെൽഫ് അടിച്ച് നോക്കാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. എക്സിലെ വാല്യൂ എത്രയാണ്? 5 ആണ്. ഓക്കെ, എക്സിലെ വാല്യൂ 5 ആണ്. എക്സ് ഈക്വൽ ടു 8.
ഓക്കെ, അപ്പൊ നമുക്ക് ഈക്വൽ ടു ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഡബിൾ ഈക്വൽ ടു ആണ് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഈക്വൽ ടു എന്നുള്ള രീതിയിൽ ഈക്വൽ ടു ഓപ്പറേറ്റർ ആയിട്ട് റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ ഈക്വൽ ടു കൊടുക്കണം. സിംഗിൾ ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിംഗിൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൽ അതിനെ റീഡ് ചെയ്യുക ജസ്റ്റ് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആയിട്ടാണ്. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ലെഫ്റ്റ് വാല്യൂസ് ഒരു വേരിയബിളിലോട്ട് ഒരു വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈക്വൽ ടു ഓപ്പറേറ്റർ ഉണ്ട്. ഈക്വൽ ടു ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഒരു വാല്യൂ മറ്റൊന്നിനോട് ഈക്വൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ ഈക്വൽ ടു ഓപ്പറേറ്റർ ആണ്. ഓക്കെ, പക്ഷെ ഇതിനെ റീഡ് ചെയ്യാൻ എന്താണ്, ഈക്വൽ ടു എന്നുള്ള രീതിയിൽ മാത്രമേ റീഡ് ചെയ്യുള്ളൂ. ദെൻ നമുക്ക് അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ സിംഗിൾ ഈക്വൽ ടു ഇടുന്ന സമയത്ത് അത് നമുക്ക് എന്ത് പറയും, അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയും. അസൈൻമെന്റ് ഓപ്പറേറ്റർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഒരു വേരിയബിളിലോട്ട് ഒരു വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈക്വൽ ടു ഓപ്പറേറ്റർ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു വാല്യൂവിനെ മറ്റൊരു വാല്യൂവിനോട് കമ്പയർ ചെയ്യാൻ, മീൻസ് എക്സ് എന്ന വാല്യൂവിനെ നമ്മൾ 8 എന്ന് പറഞ്ഞ വാല്യൂവിനോട് കമ്പയർ ചെയ്യാണ്. എങ്ങനെ, ഈക്വൽ ആണോ എന്ന്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കാം. എക്സ് ഈക്വൽ ടു 8 എന്നുള്ളതാണ് നമ്മൾ എന്ത് കണ്ടീഷൻ. ഓക്കെ, എക്സ് ഈക്വൽ ടു 8, എക്സിലെ വാല്യൂ എന്താണോ 8 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരണം, 8 ഈക്വൽ ടു 8 എന്നുള്ള രീതിയിൽ വായിക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഔട്ട്പുട്ട് തരിക അല്ലെ. നമ്മൾ പറഞ്ഞു ഇവിടെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഓൾവേസ് റിട്ടേൺ ട്രൂ ഓർ ഫാൾസ് അല്ലെ. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എല്ലാ സമയത്തും നമുക്ക് എന്താണ്, ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് നമുക്ക് റിട്ടേൺ ചെയ്യുക. മീൻസ് ബൂളിയൻ വാല്യൂസ് ആണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നമുക്ക് റിട്ടേൺ ചെയ്യുക. അതിൽ ഒരു വാല്യൂ മറ്റൊന്നിനോട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലാത്ത പക്ഷം നമുക്ക് ഫോൾസ് റിട്ടേൺ ചെയ്യും. എക്സിലെ വാല്യൂ ഇവിടെ എന്താണ്, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ട്രൈറ്റ് അടിക്കുക. ഇവിടെ കണ്ടോ, എക്സ് ഈക്വൽ ടു 8 എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ സ്റ്റേറ്റ്മെന്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ എക്സിലോട്ട് നമ്മളൊരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നുണ്ട്. എക്സിലോട്ട് എത്ര നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്, എക്സിലോട്ട് 5 എന്ന വാല്യൂ ആണ് നമ്മൾ സ്റ്റോർ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്, എക്സ് ഈക്വൽ ടു 8 ആണോ എന്നുള്ളത്. എക്സിലെ വാല്യൂ എത്രയാണ്, 5 ആണ്. ഈക്വൽ ടു 8 ആണോ അല്ലല്ലോ അല്ലെ, ഇവിടെ 5 ആണ് വരുന്നുണ്ട്. എക്സിന്റെ വാല്യൂ എത്രയാണ്, 5 ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടീഷൻ നമുക്ക് എക്സ് ഈക്വൽ ടു 8 ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് എക്സിലെ വാല്യൂ 8നോട് ഈക്വൽ ആണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുക, അല്ലെ, തെറ്റാണ്, മീൻസ് ഫോൾസ് ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. എക്സ് ഈക്വൽ ടു 8 എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടും, ഫോൾസ് കിട്ടും. നമ്മൾ പറഞ്ഞു ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഈ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ ശരിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൂ ഔട്ട്പുട്ട് കിട്ടും, അല്ലാത്ത പക്ഷം നമുക്ക് ഫോൾസ് ഔട്ട്പുട്ട് കിട്ടും. എക്സിലെ വാല്യൂ നമുക്ക് ഇവിടെ 5 ആയതിനാൽ നമ്മളിവിടെ കൊടുത്ത കണ്ടീഷൻ എന്താണ്, സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, മീൻസ് ഫോൾസ് ആണ് നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ ചെയ്യുന്നുണ്ടാവാം. മനസ്സിലായോ? ദെൻ നെക്സ്റ്റ് ഒരു സെനാറിയോ നോക്കാം. എക്സ് ഈക്വൽ ടു 5 അല്ലെ, എക്സ് ഈക്വൽ ടു 5 ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ട്രൈ ടു സെൽഫിലോട്ട് എടുത്തിട്ട് ട്രൈറ്റ് അടിച്ചിട്ട് ഇവിടെ കാണാം എക്സ് ഈക്വൽ ടു 5 കണ്ടോ. എക്സിലോട്ട് നമ്മൾ എത്ര വാല്യൂ സ്റ്റോർ ചെയ്തത്, 5 സ്റ്റോർ ചെയ്തു. ഇനി എക്സിന്റെ 5നോട് കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇവിടെ നേരത്തെ 8നെ വെച്ചിട്ടായിരുന്നു നമ്മൾ ചെക്ക് ചെയ്തത്. ആ സമയത്ത് നമുക്ക് കിട്ടിയത് ഇവിടെ ഫോൾസ് ആയിരുന്നു. ഇപ്പോ നമ്മൾ 8നെ മാറ്റിയിട്ട് 5 ആയിട്ട് റീപ്ലേസ് ചെയ്തു. അപ്പൊ എക്സ് ഈക്വൽ ടു 5 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താണ് റിട്ടേൺ ചെയ്യുക, എക്സിലെ വാല്യൂ എത്രയാണ്, ട്രൂ 5 അല്ലേ, 5. അതിനെ കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടും, ട്രൂ എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് കിട്ടും. മനസ്സിലായോ? ഇനി ദെൻ നെക്സ്റ്റ് ഇവിടെ കണ്ടോ, എക്സ് ഈക്വൽ ടു 5 മീൻസ് സെയിം തന്നെയാണ്. ഇവിടെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. സോറി, ഓക്കെ, ഇവിടെ എക്സ് ഈക്വൽ ടു 5 ഇവിടെ നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടുന്നത്, എക്സിലെ വാല്യൂ എത്രയാണ്, ജസ്റ്റ് നമ്പർ 5 ആണ്. എന്താണ്, നമ്പർ 5 അല്ലെങ്കിൽ ഇന്റിജർ 5 ആണ്. ഇവിടെ വരുന്ന സമയത്തോ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്, 5 തന്നെയാണ് വാല്യൂ, ബട്ട് അതിന്റെ ടൈപ്പ് അല്ലെങ്കിൽ ഡാറ്റ ടൈപ്പ് എന്താണ്, സ്ട്രിങ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫോർമാറ്റിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. കണ്ടില്ല, ഡബിൾ കോഡിനുള്ളിൽ മീൻസ് അപ്പൊ സ്ട്രിങ് ആയിട്ടാണ് നമുക്ക് ഇവിടെ നമ്പറിന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എക്സിലെ വാല്യൂ 5 ആണ്, ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നതും 5 ആണോ എന്ന് തന്നെയാണ്. സോ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുക, ഡബിൾ ഈക്വൽ ടു ആണ്. ഡബിൾ ഈക്വൽ ടു ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ട്രൂ. മീൻസ് ഇവിടെ വാല്യൂ 5 ആണ്, ഇവിടുത്തെ വാല്യൂ 5 ആണ്. സോ രണ്ട് വാല്യൂസും മാച്ച് ആയതിനെ കൊണ്ട് തന്നെ നമുക്ക് ട്രൂ എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് കിട്ടി.
ഓക്കെ, ഇവിടെ എന്ത് മാറ്റർ അല്ല, ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്തെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് നമ്പറും ഒന്ന് സ്ട്രിങ്ങും ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്ത് പ്രശ്നം വരില്ല, കണ്ടീഷൻ ഫോൾസ് ആവുന്ന ഇഷ്യൂ വരില്ല. ഇവിടെ എന്താണ്, വാല്യൂസ് മാത്രം ചെക്ക് ചെയ്തെന്നുള്ളൂ. വാല്യൂസ് അതായത് ഡബിൾ ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈക്വൽ ടു ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നത്, രണ്ട് വാല്യൂസ് തമ്മിലാണ് ചെക്ക് ചെയ്യുന്നത്. രണ്ടിന്റെ വാല്യൂസ് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഡാറ്റ ടൈപ്പ് ഡിഫറെന്റ് ആണെങ്കിൽ പോലും നമുക്ക് എന്താണ് റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക, ട്രൂ എന്ന വാല്യൂ ആണ് നമുക്ക് റിട്ടേൺ ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ട്രിപ്പിൾ ഈക്വൽ ടു. എന്താണ് ട്രിപ്പിൾ ഈക്വൽ ടു? ഈക്വൽ വാല്യൂ ആൻഡ് ഈക്വൽ ടൈപ്പ്. ഈക്വൽ വാല്യൂ ഈക്വൽ ടൈപ്പ്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൈപ്പും ഈക്വൽ ആവണം, വാല്യൂ ഈക്വൽ ആവണം. നമുക്ക് രണ്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ ഉണ്ട്, ഒന്ന് എന്താണ് ഡബിൾ ഈക്വൽ ടു, ഒന്ന് ട്രിപ്പിൾ ഈക്വൽ ടു. ട്രിപ്പിൾ ഈക്വൽ ടു എന്താണ് ചെക്ക് ചെയ്യുന്നത്, കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ്, സ്ട്രിക്റ്റർ ഫോർമാറ്റ് ആണ്. മീൻസ് വാല്യൂ മാത്രം നമുക്ക് ഇവിടെ ഈക്വൽ ആയാൽ പോരാ, എന്തുകൂടി ഈക്വൽ ആണോ, ടൈപ്പ് കൂടി ഈക്വൽ ആയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് റിട്ടേൺ ചെയ്യുള്ളൂ, ഈ ഒരു ട്രിപ്പിൾ ഈക്വൽ ടു ട്രൂ എന്ന വാല്യൂ റിട്ടേൺ ചെയ്യുള്ളൂ. മനസ്സിലായോ? നോക്കി വെക്കാം, ട്രൈ ചെയ്തെടുക്കാം. ട്രൈ ചെയ്തെടുത്തിലൂടെ എക്സിലോട്ട് നമ്മൾ എത്ര വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുള്ളത്, 5 സ്റ്റോർ ചെയ്തിട്ടുണ്ട് അല്ലെ. ഇവിടെ എക്സ് ഈക്വൽ ടു 5 ആണോ നമ്മൾ കണ്ടീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യാണ്. എക്സിലെ വാല്യൂ എത്രയാണ്, 5 ആണ്. ഇവിടെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ആരോടാണ്, 5 ആണോ എന്നുള്ളതാണ്. അപ്പൊ 5 ഈക്വൽ ടു 5 അല്ലെങ്കിൽ 5 ട്രിപ്പിൾ ഈക്വൽ ടു 5. ഇവിടെ എന്താണ് വാല്യൂ 5 ആണ്, ഇവിടെയും വാല്യൂ 5 ആണ്. ഇവിടെ ഡാറ്റ ടൈപ്പ് എന്താണ്, നമ്പർ ആണ് അല്ലെങ്കിൽ ഇൻഡിജർ ആണ്. ഇവിടെയും ഡാറ്റ ടൈപ്പ് എന്താണ്, ഇൻഡിജർ ആണ്. സോ നമുക്ക് ഇവിടെ രണ്ടും ഈക്വൽ ആയതിനെ കൊണ്ട് തന്നെ നമുക്ക് എന്ത് വരും, വാല്യൂം ടൈപ്പും ഈക്വൽ ആയതിനെ കൊണ്ട് തന്നെ നമുക്ക് ട്രിപ്പിൾ ഈക്വൽ ടു എന്ത് റിട്ടേൺ ചെയ്യും, ട്രൂ എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്യും. സെയിം കേസിൽ ഇനി ഇതിനെ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത പോലെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ട്രിങ്ങുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാല് നമുക്ക് ഇവിടെ എന്ത് കിട്ടി, ഫോൾസ് കിട്ടി. കണ്ടോ, മീൻസ് ഇവിടെയും 5 ആണ്, ഇവിടെയും 5 ആണ്. പക്ഷെ എന്നിട്ട് നമുക്ക് ട്രിപ്പിൾ ഈക്വൽ ടു കൊടുത്ത സമയത്ത് ഇവിടെ ഫോൾസ് കിട്ടി. കാരണം എന്താ, അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്, എന്ത് ഈക്വൽ വാല്യൂ മാത്രമല്ല നമ്മൾ ട്രിപ്പിൾ ഈക്വൽ ടു ചെക്ക് ചെയ്യുക, കുറച്ചുകൂടി സ്ട്രിക്റ്റർ ഫോർമാറ്റിലാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ എന്തും കൂടി ഈക്വൽ ആവണം, ടൈപ്പ് കൂടി ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഈ ട്രിപ്പിൾ ഈക്വൽ ടു നമുക്ക് ട്രൂ എന്ന വാല്യൂ റിട്ടേൺ ചെയ്യുകയുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്തു, എക്സിലെ വാല്യൂ ഇവിടെ എന്താണ് 5 ആണ്, ഇവിടുത്തെ വാല്യൂ എന്താണ് 5 ആണ്. എങ്കിൽ പോലും ഇവിടെ എന്താണ് ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ രണ്ട് വാല്യൂസിന്റെ ടൈപ്പ് ഡിഫറെന്റ് ആണ്, ഒന്ന് ഇൻഡിജർ ആണ്, ഒന്ന് സ്ട്രിങ് ആണ്. സോ ദാറ്റ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് റിട്ടേൺ ചെയ്തു, ഫോൾസ് റിട്ടേൺ ചെയ്തു. എന്തുകൊണ്ട് തന്നെ ഇവിടെ ട്രിപ്പിൾ ഈക്വൽ ടു ആണ് നമ്മൾ ഉപയോഗിച്ചത് എന്നുള്ളതിനെ കൊണ്ട്. മനസ്സിലായോ? ഈ ട്രിപ്പിൾ ഈക്വൽ ടു ഞാൻ ഒന്ന് എന്ത് ചെയ്തു, ഡബിൾ ഈക്വൽ ടു ആക്കി കൊടുത്തു, എന്നിട്ട് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടുക, ട്രൂ എന്ന വാല്യൂ ഔട്ട്പുട്ട് കിട്ടി. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതാണ് എന്ത് ട്രിപ്പിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞത്. ദെൻ നോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു 8, എക്സിലെ വാല്യൂ 8 ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നോട്ട് ഈക്വൽ ടു 8 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും കണ്ടീഷൻ വരുന്നുണ്ടാവുക, അല്ലെ കണ്ടീഷൻ എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക, നോക്കി വെക്കാം. ഇവിടെ എക്സിലെ വാല്യൂ എത്രയാണ്, 5 ആണ്. ഓക്കെ, 5 ആയിരിക്കെ എക്സ് നോട്ട് ഈക്വൽ ടു 8 എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ എന്താണ് എക്സ് 8നോട് ഈക്വൽ അല്ലല്ലോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇവിടുത്തെ കണ്ടീഷൻ. എക്സ് 8നോട് ഈക്വൽ അല്ലല്ലോ, അല്ലെ, ആണോ, അല്ല. അപ്പൊ അല്ലാത്തിനോട് നമുക്ക് ഇവിടെ എന്ത് റിട്ടേൺ ചെയ്യണം, ഈ പറഞ്ഞ കണ്ടീഷൻ നമ്മൾ ഈ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഈക്വൽ അല്ലല്ലോ. 5ലെ എക്സിലെ വാല്യൂ എത്ര, 5 ആണ് അല്ലെ, എക്സിലെ വാല്യൂ 5 ആണ്. അപ്പൊ 5 നോട്ട് ഈക്വൽ ടു 8, കണ്ടീഷൻ ട്രൂ അല്ലേ, മീൻസ് നമ്മൾ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്. അതായത് എക്സിലെ വാല്യൂ 8നോട് ഈക്വൽ അല്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ നമുക്ക് എന്ത് റിട്ടേൺ ചെയ്യണം, ട്രൂ റിട്ടേൺ ചെയ്യണം. ഇനി ഇവിടെ നമ്മൾ 8 കൊടുത്തു കഴിഞ്ഞാലോ, 8 കൊടുത്തു കഴിഞ്ഞാൽ എക്സിലെ വാല്യൂ എത്രയാണ്, 8 ആണ്. അപ്പൊ എക്സ് നോട്ട് ഈക്വൽ ടു 8, എക്സിലെ വാല്യൂ 8 ആണ്, 8 നോട്ട് ഈക്വൽ ടു 8, 8നോട് ഈക്വൽ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് അംഗീകരിക്കാൻ പറ്റുമോ, മീൻസ് അത് ട്രൂ ആവോ, ഇല്ല. നമുക്ക് എന്താണ് റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക, അപ്പം ഫോൾസ് ആയിരിക്കും. നോക്കാം, റൺ ചെയ്ത് നോക്കാം. കണ്ടോ, നമുക്ക് ഫോൾസ് ആണ് ഇവിടെ ഔട്ട്പുട്ട് കിട്ടിയത്. സോ നമ്മള് അതാണ് അപ്പൊ നമുക്ക് എന്ത് നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സെയിം കേസിൽ നോട്ട് ഡബിൾ ഈക്വൽ ടു ഉണ്ട്. സെയിം നമ്മൾ ഡബിൾ ഈക്വൽ ടു ട്രിപ്പിൾ ഈക്വൽ ടു പോലെ തന്നെയാണ് എന്ത് ഈ ഒരു നോട്ട് ഈക്വൽ ടു നോട്ട് ഡബിൾ ഈക്വൽ ടു. ഇവിടെ നമുക്ക് എന്താണ് ഈ ഒരു ഓപ്പറേറ്റർ ചെക്ക് ചെയ്യുന്നത് നോക്കാം. നോട്ട് ഈക്വൽ വാല്യൂ ഓർ നോട്ട് ഈക്വൽ ടൈപ്പ് എന്താവാൻ പാടില്ല, നോട്ട് ഈക്വൽ വാല്യൂ ആവരുത്, അല്ലാന്നുണ്ടെങ്കിൽ ഈക്വൽ ടൈപ്പും ആവരുത്.
ഓക്കെ, നോട്ട് ഈക്വൽ വാല്യൂ ആവാൻ പാടില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഈക്വൽ ടൈപ്പ് ആവാൻ പാടില്ല. ഏതെങ്കിലും ഒന്ന് ഫോൾസ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് റിട്ടേൺ ചെയ്യും? ഫോൾസ് റിട്ടേൺ ചെയ്യും. ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എക്സിലെ വാല്യൂ എത്രയാണ്? 5 സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇവിടെ 5 കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താണ്? എക്സ് നോട്ട് ഈക്വൽ ടു 5. എക്സിലെ വാല്യൂ എത്രയാണ്? 5 നോട്ട് ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടണ്ടേ? എന്താ കിട്ടണ്ടേ? എക്സിലെ വാല്യൂ 5 ആണ്. ആൻസർ നമുക്ക് എത്രയാണ്? 5 ആണ്. അപ്പൊ 5 നോട്ട് ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ട്രൂ ആണോ? അല്ല. എന്താണ്? ഫോൾസ് ആണ്. കാരണം എന്താ? എക്സും 5 ആണ്. ഇത് രണ്ട് ഈക്വൽ അല്ലേ? ഈക്വൽ ആണല്ലോ. ഈക്വൽ അതിനെ കൊണ്ട് തന്നെ ഈ കണ്ടീഷൻ നമ്മൾ കൊടുത്ത് നോട്ട് ഈക്വൽ ടു എന്ന കണ്ടീഷൻ എന്താണ്? ഫോൾസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് റിട്ടേൺ കിട്ടി? ഫോൾസ് റിട്ടേൺ കിട്ടി. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ഡബിൾ കോട്ടിനുള്ളിൽ കൊടുത്തു, എന്നിട്ട് റൺ ചെയ്യാണ്. എന്നിട്ട് റൺ ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? ട്രൂ കിട്ടി. മീൻസ് എക്സിലെ വാല്യൂ എത്ര? 5 ആണ്. ഇവിടെ 5 നോട്ട് ഈക്വൽ ടു 5. ഇവിടുത്തെ വാല്യൂസ് രണ്ടും എന്താണ്? ഈക്വൽ ആണ് അല്ലെ? പക്ഷെ നമുക്ക് ഇവിടെ വരുന്ന അതിന്റെ രണ്ട് വാല്യൂസിന്റെ ടൈപ്പ് ഡിഫറെന്റ് ആയതിനെ കൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടി? ട്രൂ കിട്ടി. മീൻസ് ഇവിടെ നോട്ട് ഈക്വൽ ടു ആണ്. നോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഇവിടെ ഡബിൾ ഈക്വൽ ടു ആണ്. ഇവിടെ ഏതെങ്കിലും ഒന്ന് ഈക്വൽ അല്ലാതിരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ട്രൂ കിട്ടും. നോട്ട് ഈക്വൽ ടു ആണ്. അതുകൊണ്ട് തന്നെ ഈക്വൽ അല്ലാത്തതാണ് ചെക്ക് ചെയ്യണത്. ഏതെങ്കിലും ഒന്ന് ഈക്വൽ അല്ലാതിരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടും? കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ട് കിട്ടും. ഇവിടെ വാല്യൂസ് രണ്ടും ഈക്വൽ ആണ്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ ഡാറ്റ ടൈപ്പ് രണ്ടിന്റെ ഡിഫറെന്റ് ആയതിനെ കൊണ്ടാണ് ഈ നോട്ട് ഈക്വൽ ടു എന്ന കണ്ടീഷൻ നമുക്ക് ട്രൂ എന്ന വാല്യൂ റിട്ടേൺ ചെയ്തത്. ഓക്കെ, ദെൻ അടുത്തതാണ് ഗ്രേറ്റർ ദാൻ. ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ എന്താ? ഒരു വാല്യൂ മറ്റൊന്നിനോട് വലുതാണോ എന്ന് ചെക്ക് ചെയ്യാൻ. ഇവിടെ നോട്ട് ഈക്വൽ ടു ഞാൻ മാറ്റിയിട്ട് ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 5 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, ഇവിടെ എന്താ കൊടുത്തു? എക്സ് അസൈൻ 5. എക്സിലെ വാല്യൂ എത്രയാണ്? 5 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 5 ആണോ ചെക്ക് ചെയ്യാണ്. അപ്പൊ എന്താണ്? എക്സിലെ വാല്യൂ 5 ആണ്. 5 5നേക്കാളും വലുതാണോ? 5 ഗ്രേറ്റർ ദാൻ 5 ആണോ? ആണോ? അല്ലല്ലോ. നമുക്ക് 5 5നോട് ഈക്വൽ അല്ലേ? ഗ്രേറ്റർ അല്ലല്ലോ. സോ നമുക്ക് ഈ ഒരു കണ്ടീഷൻ നമുക്ക് എന്ത് റിട്ടേൺ ചെയ്യണം? ഫോൾസ് റിട്ടേൺ ചെയ്യണം. നമുക്ക് നോക്കാം. കണ്ടോ? ഫോൾസ് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ദെൻ എക്സ് അസൈൻ 5ലെ വാല്യൂ നമുക്ക് 3 ആക്കി കൊടുത്തു നോക്കാം, അല്ലെങ്കിൽ 8 ആക്കി കൊടുത്തു നോക്കാം. ഓക്കെ, എക്സിലെ വാല്യൂ 8 ആക്കി കൊടുത്തു. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുമ്പോൾ എക്സിലെ വാല്യൂ എത്ര? 8 ആണ്. 8 ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. മീൻസ് ട്രൂ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടതാണ്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ട്രൂ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ കണ്ടീഷൻ ഇവിടെ വാല്യൂ നമ്മൾ എന്ത് ആക്കി കൊടുത്തു? 3 ആക്കി കൊടുത്തു. 3 ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ 5. എക്സിലെ വാല്യൂ 3 ആണ്. അപ്പൊ 3 ഗ്രേറ്റർ ദാൻ 5 കൊടുത്ത കണ്ടീഷൻ ട്രൂ ആണോ? സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? അല്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം? ഫോൾസ് കിട്ടണം. ഓക്കെ, ഔട്ട്പുട്ട് കിട്ടി. ദെൻ അടുത്തതാണ് ലെസ് ദാൻ ഓപ്പറേറ്റർ. ലെസ് ദാൻ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഒരു വാല്യൂ മറ്റൊന്നിനോട് ചെറുതാണോ എന്നുള്ളത് കമ്പയർ ചെയ്യാൻ, മറ്റൊന്നിനോട് ചെറുതാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് ലെസ് ദാൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. സെയിം കേസിൽ നമ്മൾ നേരത്തെ ഇവിടെ ചെക്ക് ചെയ്തിട്ട് തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ലെസ് ദാൻ 5 ആണോ എന്ന് ട്രൈ ചെയ്യാം. എക്സ് ലെസ് ദാൻ 5 മീൻസ് എക്സിലെ വാല്യൂ എത്രയാണ്? 3 ആണ്. സോ എക്സ് ലെസ് ദാൻ 5 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 5നേക്കാൾ ചെറുതല്ലേ എക്സ്? എക്സിലെ വാല്യൂ 3 ആണ്. സോ നമുക്ക് എന്താണ്? 5നേക്കാൾ ചെറുതാണെന്ന് പറയാം. സോ അതുകൊണ്ട് ഈ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. കറക്റ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടണം? ഔട്ട്പുട്ട് ട്രൂ കിട്ടണം. കിട്ടിയല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? എക്സിലെ വാല്യൂ അപ്പം എക്സ് ലെസ് ദാൻ 5, എക്സിലെ വാല്യൂ 8 ആണ്. അപ്പൊ 8 5നേക്കാൾ ചെറുതാണോ എന്നുള്ളതാണ് കണ്ടീഷൻ. എന്താണ്? 8 5നേക്കാൾ ചെറുതാണോ? അല്ല. കണ്ടീഷൻ എന്താണ്? അപ്പൊ ഫോൾസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? റൺ ചെയ്ത് നോക്കാം. ഔട്ട്പുട്ട് എന്ത് കിട്ടി? ഫോൾസ് കിട്ടി. ഓക്കെ, ലെസ് ദാൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ കണ്ടോ? ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിന്റാക്സ് ശ്രദ്ധിക്കുക. ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ ഉണ്ട്, അതേപോലെ തന്നെ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്. രണ്ടും കൂടി ഒരുമിച്ചാണ് നമ്മൾ എന്താ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് റീഡ് ചെയ്യാം. സോ എക്സിലെ വാല്യൂ നമുക്ക് എത്രയാണ് വന്നിട്ടുള്ളത്? 8 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. ഇവിടെ എന്താണ്?
എക്സ് 5നേക്കാൾ ഗ്രേറ്റർ ആണ്. സോ നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടണം? ഈക്വലോ അല്ലെങ്കിൽ ഗ്രേറ്ററോ ആണെങ്കിൽ നമുക്ക് ട്രൂ കിട്ടണം. അപ്പൊ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടണം? ഗ്രേറ്റർ ദാൻ അതിനെ കൊണ്ട് തന്നെ നമുക്ക് ട്രൂ കിട്ടണം. സെയിം കേസിൽ ഇവിടെ 5 ആക്കി, എക്സ് 5 കൊടുത്തു. 5നെ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ, എക്സിലെ വാല്യൂ 5 ആണ്, 5 എന്ന വാല്യൂനോട് ഈക്വൽ ആണോ എന്നുള്ളതാണ് ചെക്ക്, അല്ലെ ഗ്രേറ്റർ ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യണം. ഗ്രേറ്റർ ആണോ? 5 ഈക്വൽ ടു 5 ആണ് അല്ലെ. അപ്പൊ അവിടെ എന്താണ് ആ ഒരു ഗ്രേറ്റർ ദാൻ എന്ന കണ്ടീഷൻ എന്താണ്? ഫോൾസ് ആണ്. പക്ഷെ ഇവിടെ എന്തുകൂടി ഉണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? ഈക്വൽ ടു ആണോ എന്നും കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പൊ ഈക്വൽ ടു ആണെങ്കിൽ നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടാം? ട്രൂ എന്ന വാല്യൂ ഔട്ട്പുട്ട് കിട്ടാം. അപ്പൊ ഇവിടെ നമുക്ക് എക്സിലെ വാല്യൂ 5 അതിനെ കൊണ്ട് തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 മീൻസ് 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ഈക്വൽ ടു നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടുക? ട്രൂ ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഈ ഒരു ഈക്വൽ ടു ഓപ്പറേറ്റർ നമ്മൾ ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഒരു ഗ്രേറ്റർ ദാൻ കൊടുത്തു. അപ്പോഴോ എക്സിലെ വാല്യൂ 5 ആണ്, 5 ഗ്രേറ്റർ ദാൻ 5 മീൻസ് എന്താണ്? ഫോൾസ് ആണ്. കാരണം 5നേക്കാൾ വലുതല്ല, ഈക്വൽ ആണ്. അതുകൊണ്ട് എന്ത് കിട്ടി? ഫോൾസ് കിട്ടി. ഇവിടെ ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ട്രൂ കിട്ടുള്ളൂ. ഓക്കെ, ദെൻ അടുത്തതാണ് എന്ത്? ലെസ് ദാൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓപ്പറേറ്റർ. ഓക്കെ, അവിടെ ഈ ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ നമ്മൾ എന്ത് മാറ്റിയിട്ട് ലെസ് ദാൻ ആക്കി കൊടുക്കുക. അപ്പൊ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ എന്താ ഔട്ട്പുട്ട് കിട്ടുക? എക്സിലെ വാല്യൂ എത്ര? 5 ആണ്. ഇവിടെ ഈ ഒരു വാല്യൂ എത്ര കൊടുത്തിട്ടുള്ളത്? 5 ആണ്. രണ്ട് വാല്യൂം ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ട്രൂ കിട്ടി. ഓക്കെ, ഇവിടെ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു അതിനെ കൊണ്ടാണ്. ഇനി ഇതിൽ ചെറിയ നമ്പർ ആണെന്നുണ്ടെങ്കിൽ 2, എക്സിലെ വാല്യൂ 2 ആണ്. 2 ആണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? ട്രൂ കിട്ടി. കാരണം എന്താണ്? എക്സിലെ വാല്യൂ 5നേക്കാൾ ചെറുതാണ്. കാരണം എക്സിലെ വാല്യൂ എത്ര? 2 ആണ്. സോ നമുക്ക് ട്രൂ കിട്ടി. ഇനി നമുക്ക് ഒരു 6 അല്ലെങ്കിൽ 8 കൊടുത്തു. 8 കൊടുത്തിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഫോൾസ് കിട്ടി. കാരണം എന്താണ്? എക്സിലെ വാല്യൂ 5നേക്കാൾ ചെറുതാണോ? അല്ല, വലുതാണ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് കിട്ടി? അല്ല, ഫോൾസ് ഔട്ട്പുട്ട് കിട്ടി. ക്ലിയർ ആണോ? ഇത്രയുമാണ് നമുക്ക് എന്ത് വരുന്നത്? കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് വരുന്നത്. ഓക്കെ, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പറഞ്ഞു. ഇനി ഓപ്പറേറ്റേഴ്സ് കംപ്ലീറ്റ്ലി നമ്മൾ പറഞ്ഞു. ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരുന്നു? അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും ഇത്രയും ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ നമുക്ക് വരുന്നത് ഓക്കെ, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ നമുക്ക് വരുന്നത് ആൻഡ് ഓക്കെ, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ആൻഡ്, ഓർ, നോട്ട്, ഈ 3 ഓപ്പറേറ്റേഴ്സ് ആണ് നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ളത്. ജാവാസ്ക്രിപ്റ്റ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അതില് ആൻഡ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താ? ഇതാണ് ലോജിക്കൽ ആൻഡ്. ലോജിക്കൽ ആൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 കണ്ടീഷൻസ് ഉണ്ട്. എന്താണ്? 2 കണ്ടീഷൻസ്. ഈ 2 കണ്ടീഷൻസും ട്രൂ ആണെങ്കിൽ മാത്രം നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്യാം. അല്ലെങ്കിൽ 2 കണ്ടീഷൻസും ഫോൾസ് ആണെങ്കിൽ മാത്രം നമുക്ക് 2 കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്യണം. അതിൽ ഏതെങ്കിലും ഒന്ന് ഫോൾസ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടുള്ളൂ? ഫോൾസ് ഔട്ട്പുട്ട് കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യണമെങ്കിലാണ് നമ്മൾ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. ദെൻ ഓർ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ എന്തിനുള്ള? കണ്ടീഷൻ, മൾട്ടിപ്പിൾ കണ്ടീഷൻസിൽ 2 എന്ന് പറയുമ്പോൾ 2ൽ കൂടുതൽ ആവാട്ടോ. ഓക്കെ, മൾട്ടിപ്പിൾ കണ്ടീഷൻസിന് നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടണം? ട്രൂ റിട്ടേൺ കിട്ടണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഓർ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. എല്ലാ കണ്ടീഷൻസും ശരിയാവണം എന്നുള്ള യാതൊരു നിർബന്ധവും ഇല്ല ഓറിന്. പക്ഷെ ആൻഡിന് അങ്ങനെയല്ല, കൊടുത്ത എല്ലാ കണ്ടീഷൻസും ട്രൂ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ട്രൂ റിട്ടേൺ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ആൻഡ് ലോജിക്കൽ നോട്ട് എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ഓപ്പറേറ്റർ, ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ. നമ്മൾ ഏതാണോ ഓപ്പറേറ്റർ, ഇപ്പൊ ഗ്രേറ്റർ ദാന്റെ കൂടെ ആണെങ്കിൽ ഗ്രേറ്റർ ദാന്റെ കൂടെ ഈക്വൽ ടുന്റെ കൂടെ നമ്മൾ നോട്ട് ഈക്വൽ ടു പറഞ്ഞില്ലേ, അതുപോലെ ഈക്വൽ ടു ഓപ്പറേറ്ററിന്റെ കൂടെ നോട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നോട്ട് ഈക്വൽ ടു ആവും. ഗ്രേറ്റർ ദാന്റെ കൂടെ നോട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ നോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് നോട്ട് ഗ്രേറ്റർ ദാൻ ആവും. മീൻസ് എന്ത് ചെയ്യും? അതിനേക്കാൾ വലുതോ അല്ലെങ്കിൽ അതിനോട് ഈക്വലോ ആയിട്ടുള്ളത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ദെൻ ലെസ് ദാൻ ഓപ്പറേറ്ററിന്റെ കൂടെ നോട്ട് യൂസ് ചെയ്യാം. അപ്പോഴാണെങ്കിലോ കൊടുത്ത വാല്യൂനേക്കാൾ വാല്യൂനോട് ഈക്വലോ അതില്ലെങ്കിൽ
അതിനോട് ചെറുതോ ആയിട്ടുള്ള വാല്യൂസ് മാത്രം നമുക്ക് എന്ത് ചെയ്യും റിട്ടേൺ കിട്ടും. അപ്പൊ ഇത്തരത്തില് നമുക്ക് ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് 3 വിധമുണ്ട്. ഒന്നെന്താണ് ആൻഡ് ഓപ്പറേറ്റർ, രണ്ട് ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ, 3 നോട്ട് ഓപ്പറേറ്റർ. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ, ദെൻ നമ്മുടെ ഇത്രയും ഓപ്പറേറ്റേഴ്സ് ആണ് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.